വെൽക്കം ബാക്ക് ടു ക്രഞ്ച് ആൻഡ് ക്രാഫ്റ്റ് പോയിന്റ്. ഇന്ന് നമുക്കൊരു ഷോ പീസ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു ബോട്ടിൽ വെച്ചിട്ട് നമുക്കൊരു ഫ്ലവർ വേസ് ഉണ്ടാക്കിയെടുക്കാം. അതിനകത്ത് വെക്കാനുള്ള ഫ്ലവേഴ്സും നമുക്ക് തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഗതിയാണ് കേട്ടോ ഈ വീഡിയോയിലെ താരം. ഇതെന്താണെന്ന് ഞാൻ വഴിയെ പറയാം. ഇങ്ങനെ ഒരു ബോട്ടിലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ തന്നെ ഞാനിപ്പോൾ ഈ ബോട്ടിൽ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടൊന്നുമില്ല. ഫസ്റ്റ് വാഷിൽ പോകുന്ന സ്റ്റിക്കർ മാത്രമേ ഇതിൽ നിന്ന് പോയിട്ടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ട്രിക്കിന് ഇങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട് കേട്ടോ. കഷ്ടപ്പെട്ട് ബോട്ടിൽ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തെടുക്കണമെന്നില്ല. ഇതാണ് നമ്മുടെ ട്രിക്ക് കേട്ടോ. നമ്മൾ ഈ വൂളൻ ത്രെഡ് വെച്ചിട്ട് ഈ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടൊന്ന് കവർ ചെയ്തെടുക്കുകയാണേ. ത്രെഡ് സ്റ്റിക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ മൊത്തമായിട്ട് അപ്ലൈ ചെയ്തിട്ട് ചുറ്റിയെടുത്ത് തുടങ്ങാതെ കുറച്ച് പോർഷനിലായിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ത്രെഡ് ചുറ്റി വരുമ്പോഴേക്കും ഫെവിക്കോൾ ഡ്രൈ ആയി പോകും. അപ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ച് പോർഷനിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ത്രെഡ് ചുറ്റി കൊടുത്തുകൊണ്ടേയിരിക്കുക. സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ടൈം എടുക്കുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് നല്ല സ്പീഡായിട്ട് വരും. പിന്നെ ഇതിൽ സ്റ്റാർട്ടിങ് പോർഷനിൽ സ്റ്റിക്ക് ചെയ്യാനായിട്ട് മാത്രമേ ഞാൻ ഫെവിക്കോൾ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ താഴേക്കൊക്കെ ഫെവിക്കോളും വാട്ടറിൻ്റെ മിക്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റാർട്ടിങ്ങിലും എൻഡിങ് പോർഷനിലും എന്തായാലും ഫെവിക്കോൾ മാത്രം തന്നെ യൂസ് ചെയ്യണേ. ഇപ്പോൾ നമ്മൾ ചുറ്റി തീർന്നിട്ടുണ്ട്. എൻഡ് പോർഷനിൽ നന്നായിട്ട് ഫെവിക്കോൾ വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ബാക്കി ത്രെഡ് കട്ട് ചെയ്ത് മാറ്റാം. ഇതാ നമ്മുടെ ബോട്ടിൽ ഫുള്ള് കവറായിട്ട് നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ടേ. ഇതുകൊണ്ടാണ് നമുക്ക് സ്ക്രാച്ച് വീണതോ പൊട്ടിയതോ ആയ ബോട്ടിൽസ് പോലും ഇതിന് യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞത്. ത്രെഡ് ചുറ്റി വരുമ്പോൾ അതെല്ലാം കവറായി പോയിക്കോളും. കുറച്ച് പേപ്പർ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കണം. അതിന് നമ്മൾ കളർ പേപ്പറിൽ നിന്ന് ഇതുപോലെയുള്ള സർക്കിൾസ് കട്ട് ചെയ്തെടുക്കുക. കറക്റ്റ് ഡയമെൻഷൻ ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള ഫ്ലവറിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ചെറുതോ വലുതോ ആക്കിയിട്ട് എടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്ത് തുടങ്ങിക്കോളൂ കേട്ടോ. ഈ പോർഷൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ ചുരുട്ടി കൊടുക്കുന്നുണ്ട്. എൻഡിൽ നിന്ന് തുടങ്ങി സെൻറ്റർ വരെ ചുരുട്ടി കൊടുക്കുക. സെൻറ്ററിൽ എത്തുമ്പോൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ചെറുതും വലുതുമായിട്ട് 2 കളേഴ്സിൽ ഞാൻ ഫ്ലവേഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതാണ് ഞാൻ പറഞ്ഞ താരം കേട്ടോ. ഒന്നുമല്ല, കുറച്ച് ചുള്ളിക്കമ്പുകളാണ്. ഇത് ഞാനും മോനും കൂടെ തൊടിയിലൂടെ നടന്നിട്ട് പെറുക്കിയെടുത്തതാണ്. ഇതാണ് നമ്മുടെ ഈ ഷോ പീസിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇത് നമ്മൾ ബോട്ടിലിൽ ഒന്ന് വെച്ച് നോക്കിയിട്ട് നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് അതിൻ്റെ സൈസിനനുസരിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാ ഇപ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിക്ക് ചെയ്യുന്നതിന് മുമ്പ് ഫുള്ള് ബ്ലാക്ക് അക്രലിക് കളർ വെച്ചിട്ടൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാ ഇപ്പോൾ ബോട്ടിലിൻ്റെ പുറത്ത് സ്റ്റിക്ക് ചെയ്യാനുള്ള പോർഷൻസ് എല്ലാം പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ലാസ്റ്റ് ബോട്ടിലിൻ്റെ അകത്തായിട്ട് വെച്ച് കൊടുക്കാനുള്ള പീസാണ്. ഇതും നമ്മളൊന്ന് ബ്ലാക്ക് പെയിൻ്റ് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിത് ബോട്ടിലേക്ക് സ്റ്റിക്ക് ചെയ്യാം. ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. ഗ്ലൂ ഗണ്ണ് തന്നെ യൂസ് ചെയ്യേണ്ടി വരും കേട്ടോ. കാരണം ഫെവിക്കോളും യൂസ് ചെയ്താൽ കമ്പുകൾ അങ്ങനെ പെട്ടെന്ന് ബോട്ടിലേക്ക് ഒട്ടിക്കിട്ടില്ല. എക്സ്ട്രാ പോർഷൻസ് എന്തെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. നമ്മൾ കുഞ്ഞു കമ്പുകളൊക്കെ കട്ട് ചെയ്തെടുത്തതും കൂടി 2 സൈഡിലുമായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്.
ഇപ്പോൾ നമ്മുടെ കമ്പുകളെല്ലാം ബോട്ടിലിൽ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കിതിൽ ഫ്ലവേഴ്സ് സ്റ്റിക്ക് ചെയ്യാൻ തുടങ്ങാം. ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് അവിടെ ഇവിടെയായിട്ട് നമുക്ക് ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്യാം. സൈഡ്സിലും ഇതുപോലെ തന്നെ ഫ്ലവേഴ്സ് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. ഫ്ലവേഴ്സ് എല്ലാം സ്റ്റിക്ക് ചെയ്തു. ഇപ്പം നമ്മുടെ ബോട്ടിലിൻ്റെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടിലിൻ്റെ അകത്ത് വെക്കാനുള്ള പീസ് ഒന്ന് റെഡിയാക്കി എടുക്കാം അല്ലേ. ഇതുപോലെ ബ്ലാക്ക് പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുള്ള കമ്പ് എടുത്തിട്ട് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഇതിലും അതുപോലെ അവിടെ ഇവിടെ ആയിട്ട് നമുക്ക് ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ആ പീസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബോട്ടിലിൻ്റെ അകത്തൊന്ന് വെച്ച് നോക്കാം അല്ലേ. ഇതേ നോക്കിയേ, നല്ലൊരു ഷോ പീസ് റെഡി ആയില്ലേ. നമ്മൾ ഇതുപോലെ ഒരു കോർണറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാട്ടോ കാണാൻ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ഓണാക്കി വെക്കണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം.